കൂടുതൽ രണ്ടെണ്ണം ഉള്ളൂട്ടാ. പറഞ്ഞില്ലേ 350 ആയി. ഓക്കെ, അടിപൊളി അടിപൊളി അടിപൊളി. അത് കൊടുത്തു. ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളൂ. അല്ലേ അതെ അല്ല അത് അവിടെ അവിടെ വലിയ ചാള വലിയ ചാള വലിയ ഇല അരക്ക വലിയ അരക്ക വരി വരി വെള്ളക്കുടുത വെള്ളക്കുടുത. അതിനുള്ളൂ. അടിപൊളി നല്ല നയിച്ചാളുണ്ട്. നാടൻ ചാള വലിയ ചാള. ചേട്ടാ ഒന്ന് കാനം കുറച്ച് നോക്കിക്കോട്ടെ. ഇനി മറക്കാൻ മരത്തിനടുത്ത് ഇനി ഫുള്ള് മറക്കാനാ. ഇത് കുഴപ്പമില്ലേ? ഈ വലിപ്പം ഓക്കെ അല്ലേ? ഹായ് ഹലോ നമസ്കാരം. അപ്പം ഞങ്ങൾ ഞായറാഴ്ചയായിട്ടൊന്ന് മീൻ വാങ്ങാൻ ഇറങ്ങിയത് കേട്ടോ. തമ്പുരാമ്പടി മീൻ മാർക്കറ്റിൽ തന്നെ പറയട്ടോ. 2 ചേട്ടന്മാരാണ് മീൻ വിൽക്കണത്. ഞങ്ങൾ തമ്പുരാമ്പടി വൈകിട്ട് മീൻ വാങ്ങാൻ പോകുമ്പോൾ ഒരു പുറത്താണ് വിൽക്കാറ് കേട്ടോ. അപ്പം നാളെ നല്ല അടിപൊളി വറ്റല്ല തെമ്മാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നത് നല്ല കുടുത കാണാണ്ട്, പിന്നെ അയിലുണ്ട്, ചെമ്മീനുണ്ട്, പിന്നെ ഏതാ മീൻ ചൂടേന്ന് തോന്നുന്നുണ്ട്. ഇതുണ്ട്. അപ്പോൾ അത് കുറച്ച് ആൾക്കാർ മീൻ വാങ്ങാൻ നിൽക്കുന്നുണ്ട്. ഈ ചേട്ടൻ്റെ ആ മീൻ വാങ്ങണം കേട്ടോ. മറ്റേ ചേട്ടൻ്റെ ഒരു ചെറുമീനുള്ളൂ. ഞങ്ങൾ കൂടുതലും നുറുക്ക് മീനൊക്കെയാണ് വാങ്ങാറ് ഞായറാഴ്ച ദിവസം. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഏതാ മീനേ ആരെങ്കിലും അറിയണവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞങ്ങൾ സാധാരണ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ രണ്ടാളും ചാവക്കാട് നിന്ന് വരുമ്പോൾ നമ്മൾ രാജ കല്യാണം ഉണ്ടാവില്ലേ, അതിനോട് ചേർന്നൊരു ബംഗാളി ചേട്ടൻ മീൻ കാണും. നല്ല അടിപൊളി മീനെ കിട്ടിയിരുന്നു. ഇപ്പോൾ ആളെ കുറവാലായിട്ട് കാണാനില്ല കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ചും കൂടി മുന്നിലേക്ക് വന്നിട്ട് തമ്പുരാമ്പടി സെൻറ്ററിൽ നിന്ന് ഇവരോട് തന്നെ പുറത്ത് വെക്കും. അവർ ഇത്ര റേറ്റില്ല കേട്ടോ. അത് കുറച്ച് റേറ്റ് കൂടുതലേക്ക് തോന്നിയത്. 300 രൂപയ്ക്കാണ് വൈകിട്ടൊക്കെ കൂടുതൽ കിട്ടാറ്. ഇത് 350 ഒരു റേറ്റ് പറഞ്ഞത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് മീനുള്ളത് ചെറുത് നോക്കി എടുത്ത് 1,330 അവർ 450 രൂപ വാങ്ങി. ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മീൻ കുഴപ്പമില്ലാണ്ട് നുറുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വാങ്ങിയത്. പക്ഷേ ഈ മീൻ വാങ്ങിച്ച് കൊണ്ടുപോയപ്പോൾ അമ്മ പറഞ്ഞു ചീഞ്ഞുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാൻ സാധ്യത ഇല്ലയെന്ന്. പക്ഷേ ആളൊരു നുറുക്കലൊരു സുഖമല്ല കണ്ടാ. അത് എനിക്കൊരു സുഖം തോന്നിയില്ല. പക്ഷെ മറ്റേ വൈകിട്ടുള്ള ടീംസ് നല്ല അടിപൊളിയായിട്ട് നുറുക്കുന്നുണ്ട്. ഈ കൂടുതൽ പോലത്തെ നുറുക്ക് മീനുകൾ നുറുക്കുമ്പോഴേ ശരിക്കും നുറുക്കിയില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ അത് ചീഞ്ഞ പോലെ ഉടഞ്ഞ പോലെ കിടക്കും. അപ്പോൾ അമ്മ അത് പറഞ്ഞു എന്ന് ഞാൻ ദേവട്ടീനെ വിളിച്ച് പറഞ്ഞപ്പോൾ ദേവട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ചേട്ടാ അത് ആ മീനിൻ്റെ എന്തെങ്കിലും ഇതാവും, നുറുക്കിയൻ്റെ എന്തായാലും മീൻ ചെയ്യാൻ സാധ്യതയില്ല. നമ്മൾ കണ്ടതല്ലേ, രണ്ടാൾ നോക്കിയിട്ട് തന്നെ വാങ്ങിയത്. അപ്പം മീൻ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ പീസ് വറക്കാൻ നുറുക്കിയാൻ വേണ്ടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾ നല്ല വറക്കണ നിരത്തിലേണ്ട. അത് ഒറ്റ മുറുക്കി മുറിഞ്ഞില്ലെങ്കിലേ ശരിയാവില്ല. അതാണ് കണ്ട ഉടഞ്ഞെടുക്കണണ്ട. ആളെ കത്തിയുടെ മൂർച്ച കുറവ് ഒന്നൊന്നറിയില്ല. ഇന്നാൾ ഞങ്ങളൊരു തെമ്മ വാങ്ങിച്ചു. അത് ആ മുറിക്കുമ്പോൾ ഇങ്ങനെ അല്ലുവ പോലെയായിരുന്നു. അത് ഒരു വലിയ മീനായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേണ്ട വെച്ച് നിൽക്കുന്ന സമയത്ത് വലിയ മീൻ അതിൻ്റെ വാല് കഷ്ണം ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടായി. പിന്നെ കുറച്ച് നടു പോഷനാണ്. ആ ഒരു പോഷൻ വാങ്ങിക്കും മുറിക്കുമ്പോൾ കറുത്തലവ് മുറിക്കണ പോലെ. ദേവട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത്. പക്ഷേ എന്നിട്ട് ഞങ്ങൾ അമ്മ അത് പറഞ്ഞിട്ട് കറി വെച്ചതും വർക്കൊക്കെ ചെയ്തു. വർക്ക് നമ്മുടെ സ്പെഷ്യൽ വർക്കലാണ്. അതായത് കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റ് ചെയ്ത് നല്ല സ്പെഷ്യലായിട്ടുള്ള വർക്കല്ല. അപ്പോൾ അത് കൊണ്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. മീൻ വറുത്തൊക്കെ ഇതാന്ന് പറയുമ്പോഴേക്കും തീർന്നു. കറി രസം ഉണ്ടായിരുന്നു കേട്ടോ. ആൾ നമ്മളെ മീൻ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചെറുമീൻ വരുമ്പോൾ ആൾ കൊടുക്കുന്നുണ്ട്. അന്ന് നമുക്ക് പ്രശ്നമില്ല. അത് അതിൽ കൊടുത്തു. അപ്പം എന്നിട്ട് നമുക്ക് ചെറിയൊരു പീസ് കൂടെ കട്ട് ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാണ്ട് അത് ആൾ ഇതാക്കുന്നുണ്ട്. ഞായറാഴ്ച ചിലപ്പോൾ സാധാരണ ഞങ്ങൾ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് വാങ്ങാറില്ല. വീട്ടിലുണ്ടാക്കാറില്ല കേട്ടോ. ബീഫ് ഫ്രൈ ഒക്കെ ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ വീട്ടിലുണ്ടാക്കാറില്ല. തൊട്ടടുത്ത് അമ്പലമുള്ളതുകൊണ്ട് ബീഫ് ഫ്രൈ തീരെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ചിലവർ ചോദിക്കും ബീഫ് ഉണ്ടാക്കാൻ പറ്റില്ല, മീനൊക്കെ ഉണ്ടാക്കാൻ ബീഫ് ഉണ്ടാക്കാമെന്ന്.
അതൊക്കെ ഓരോരുത്തരുടെ അമ്മ പറയുന്നത് അമ്മ ബീഫ് ഉണ്ടാക്കാറില്ല, വീട്ടിൽ ബീഫ് ഉണ്ടാക്കണ്ടെന്ന് അമ്മ പറയുമ്പോൾ നമ്മൾ ഓക്കെയാണ്, നമുക്ക് പിന്നെ വേണമെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാമല്ലോ. ഒരു ചെറിയ കഷ്ണം കൂടി ഉണ്ട്. ചെമ്മീൻ വലിയ കുഴപ്പമില്ല കേട്ടോ, റേറ്റ് ഉണ്ട് കേട്ടോ. എന്നാൽ അതിലേക്ക് തന്നെ കിലോ 300 പറഞ്ഞ്. അപ്പോൾ പിന്നെ 350 റുപ്യ കൊടുത്തിട്ട് കൂടുതൽ വാങ്ങണമെന്ന് എന്താ പ്രശ്നം? അത് വെച്ചാൽ ഒരു ഐഡിയ ആണ്. ഞായറാഴ്ച കാലത്ത് ഒരു പറഞ്ഞ വില കിട്ടും എന്നുള്ളൊരു കച്ചവടം. ശനിയാഴ്ച അല്ലെങ്കിൽ തലേ ദിവസം രാത്രി 250-300 രൂപയ്ക്ക് കിട്ടണ മീനൊക്കെയാണ് ഒരു പിറ്റേ ദിവസം 350 വെക്കണത് കേട്ടോ. അല്ല കച്ചവടം അങ്ങനെയൊക്കെ തന്നെയാണ്. ആൾ നുറുക്കണേലൊക്കെയൊരു ഇതൊരു കുറവ് പോലെ തോന്നി. ഇനി മീൻ വാങ്ങാൻ വരുമ്പോൾ പറയണം ആളോട്, ഈ മീൻ ശരിക്കും നുറുക്കിയില്ലേ ചതഞ്ഞ് എടുക്കണ പോലെയൊക്കെ എടുക്കും. അപ്പോൾ അമ്മ അത് കഴുകി കഴിഞ്ഞിട്ട് കറി വയ്ക്കാൻ നിൽക്കണ നേരത്ത് കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്, ചീഞ്ഞുണ്ട് തോന്നുന്നു. പക്ഷെ ഇന്നാൾ വാങ്ങിച്ചപ്പോൾ മറ്റേ പുറത്ത് വെക്കണ ചേട്ടന്മാർ ഇതാക്കിയപ്പോൾ ഇതായില്ല. നമ്മളിത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് കടയിൽ പോയിട്ട് തമ്പരാൻപടിയിൽ തന്നെ സെൻറ്ററിൽ പോയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മീൻ മാർക്കറ്റിൽ ഈ പയ്യൻ വരും പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ അപ്പുറത്തെ സെക്ഷനിലാണെന്നാണ് പറഞ്ഞത്. അത് വീട്ടിൽ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും അതിൻ്റെ ഇടയിൽ ചെമ്മീൻ വന്ന് വാങ്ങുന്നുണ്ട്. നമ്മുടെ മീൻ പണിയൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം വൃത്തിയുള്ളൊരു മാർക്കറ്റ് എന്ന് പറയാമല്ലോ, ചെറിയൊരു പോർഷൻ്റെ ഉള്ളിൽ ഒരു മീൻ വിൽക്കണം. 4-5 സെറ്റ് ആൾക്കാർ വെയിറ്റ് ചെയ്ത് നോക്കി ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മീൻ വെട്ടുമ്പോൾ ചെറുതായിട്ട് കൈമൊക്കെയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദയവിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ സൗണ്ടിൻ്റെ നമുക്ക് മൈക്കല്ലാത്തതുകൊണ്ടേ ആ സൗണ്ട് ഉപയോഗിക്കേണ്ട. ഞാനത് കഴിഞ്ഞിട്ട് സൗണ്ട് കൊടുക്കുന്നതാണ് കേട്ടോ. കഴിഞ്ഞു മീനിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി മറ്റേ ചേട്ടൻ്റെ അത് ഒഴിവായി കഴിഞ്ഞാൽ നമ്മുടെ മീൻ തരും കേട്ടോ ആള്. ഇത് നമ്മൾ ഈ കിച്ചണിൽ കയറുമ്പോൾ ലേഡീസ് ഉപയോഗിക്കണ പോലത്തെ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിൽക്കണത്. ക്ലീനാണ്. എനിക്ക് വന്ന് കണ്ടപ്പോൾ വലിയ ക്ലീനിൻ്റെ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ വൈകിട്ട് അതാ മാനേജർ, എൻ്റെ അക്കൗണ്ടൻ്റാണ് കേട്ടോ. എൻ്റെ അക്കൗണ്ടൻ്റ് കാശ് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 50 പേഴ്സിലുണ്ടായിരുന്നു, പിന്നെ 500 ആളെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 450 പറഞ്ഞപ്പോൾ ആൾ 550 കൊടുക്കും. അപ്പോൾ 100 തിരിച്ച് കിട്ടും. ആ 100 രൂപ ചായക്കടയിൽ ചിലവായി. അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം വരും കേട്ടോ. ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കവറിന് വേണ്ടിയിട്ട്. സാധനം ഇട്ട് സെറ്റായി. ഡേറ്റ് ഇതാ മീൻ വാങ്ങുന്നു. ഒരു കാർ കൂടി എന്തായാലും ഞങ്ങൾ ചോദിക്കും, എന്നാലേ ഞങ്ങൾക്ക് ബൈക്കുമ്പോൾ കൊടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. അവരത് കെട്ടിയിട്ട് തരുന്നേ. അപ്പോൾ അതാ മറ്റേ താടി വെച്ച ചേട്ടൻ ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ ഒന്ന് കയറിയതാട്ടോ. ഡേറ്റ് മീനൊക്കെ വാങ്ങിയിട്ട് അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ബൈ.